കോതമംഗലം കുട്ടമ്പുഴ ടൗണിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കാട്ടാനകളുടെ വിളയാട്ടം. രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം ഇന്ന് പുലർച്ചെയാണ് മടങ്ങിയത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്ത് പുഴയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിലാണ് ആനകൾ എത്തിയത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയവ നശിപ്പിച്ചിട്ടുണ്ട്. പുഴവട്ടം കടന്നെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള 5ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിന് സമീപം വരെ കാട്ടാനകൾ എത്തിയത് നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും വാർഡ് മെമ്പർ ജോഷി പൊട്ടക്കൽ, സ്ഥലമുടമ എബി എന്നിവർ പറഞ്ഞു. കുട്ടമ്പുഴ ടൗണില് പഞ്ചായത്ത് ഓഫീസിനോട് 50 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഇന്നലെ രാത്രി ഒരു കൂട്ടം കാട്ടാന, കുഞ്ഞുങ്ങളടക്കം ഉള്ള ഒരു കൂട്ടം കാട്ടാന ഈ കൃഷിയിടത്തിൽ, ഈ പുരയിടത്തിൽ പ്രവേശിക്കുകയും ഇവിടെയുണ്ടായിരുന്ന തെങ്ങും കമുകുമെല്ലാം മുഴുവൻ നശിപ്പിച്ച് അത് തിന്ന് ഇവിടെ ആറാടിയിട്ടാണ് പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ കുട്ടമ്പുഴയുടെ ഭരണസ്ഥിരാകേന്ദ്രത്തോട് ഇത്രയും തൊട്ടടുത്ത് വരെ ആന കയറി ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആശങ്കാകുലരാണ്. ഇത് ഈ കാണുന്ന പെരിയാറിൻ്റെ അപ്പുറ സൈഡിൽ നിന്നും ആന ഈ പുഴ നീന്തി കടന്ന് ഇക്കരെ എത്തിയാണ് ഈ പരാക്രമങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് എൽദോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിദാരുണമായി ആന കൊലപ്പെടുത്തിയത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് 5-6ഓളം ആളുകളാണ് വന്യമൃഗ ശല്യത്താൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ജനങ്ങളിവിടെ രാത്രി ഉറങ്ങാൻ കഴിയാതെ ജീവൻ കയ്യിലെടുത്തു വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം. രാത്രി ഒരു 11 മണിയോടുകൂടി ഒരു കൂട്ടം ആന സെറ്റ് വന്നിട്ട് നമ്മുടെ പറമ്പിലുള്ള തെങ്ങ്, വാഴ, കവുങ്ങ് ഇതൊക്കെ നശിപ്പിച്ചൊക്കെ ഉണ്ട്. ഒരു 4 തെങ്ങോളം മറിച്ച് മൊത്തം കൊളാക്കിയിട്ടുണ്ട്. അതുപോലെ 3-4 ഏത്തവാഴ, അതുപോലെ കവുങ്ങ് 3-4 അതിൻ്റെ പ്ലാവിൻ്റെ തൈ അവിടെ നിന്ന് കളഞ്ഞു. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന തെങ്ങ് മുകളിൽ നിൽക്കുന്ന മൊത്തം ഒടിച്ച് നാശമാക്കി. ഒരു തെങ്ങിൻ്റെ കൊല മൊത്തം ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. അക്കരയിൽ നിന്ന് കയറി വന്ന് നേരെ അക്കരയ്ക്ക് തന്നെ തിരിച്ചു പോയത്. എന്നിട്ട് അടുത്ത പറമ്പിലേക്ക് പിന്നെ കയറി പോവുക ചെയ്തത്. ഒരു രാത്രി 3:30 ഇവിടുന്ന് പോയിട്ട് അടുത്ത പറമ്പിൽ കയറി അവിടെ കൊളാക്കിയപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ച് അക്കരയ്ക്ക് വിട്ടു.